ഹായ് വ്യൂവേഴ്സ്, നമുക്കിന്നൊരു പുതിയ പേന പരിചയപ്പെടാം. നിങ്ങളെല്ലാവരും വിചാരിക്കും ഇത് നമ്മുടെ സാധാരണ കുഞ്ഞുനാളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഹീറോ പേനയാണെന്ന്. പക്ഷേ അല്ല, ഹീറോയുടെ പേന തന്നെയാണ്. പക്ഷേ ഇത് ഹീറോയുടെ 616 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് നമ്മുടെ പാർക്കർ 51 എന്ന് പറയുന്ന ഒരു പേനയുണ്ട്, പാർക്കറിൻ്റെ ലെജൻഡറി മോഡൽ. അതിൻ്റെ എക്സാക്റ്റ് കോപ്പിയാണിത്. നമുക്ക് ഈ ആരോ ക്ലിപ്പ് അതുപോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കർവ്, ഇതൊന്നും നമ്മുടെ കൊച്ചുനാളിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു പേനയുടെ ആ ഒരു ഐഡൻറ്റിക്കൽ ഇതല്ല. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ പേന വളരെ സ്മൂത്തായിട്ട് എഴുതുന്ന അടിപൊളി പേനയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഹീറോ പേന എന്നും പറഞ്ഞ് ആമസോണിലൊക്കെ വിൽക്കുന്നത് നോക്കിയാൽ അത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പേനയായിരിക്കും. ഇതിൻ്റെ കാര്യമല്ല പറഞ്ഞത്, സാധാരണ ഹീറോ പേന ആമസോണിൽ അവൈലബിൾ ആണല്ലോ. പക്ഷേ അതിപ്പോൾ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പേനയാണ്. പക്ഷെ നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ വെച്ച് ഉപയോഗിച്ചിരുന്നത് അടിപൊളി സ്മൂത്തായിട്ട് എഴുതുന്ന പേനയാണ്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ പാർക്കർ 51ൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1942 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പവർഫുൾ മോഡലാണ്, ഒരു ലെജൻഡറി മോഡലാണ്. ആ പാർക്കർ 51 ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെയധികം പോപ്പുലർ ആവുകയും ചെയ്തു. ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് രാജ്ഞി അടക്കം ഒരുപാട് പേരുടെ കയ്യിലും സെയിം കളറാണ് തോന്നുന്നു ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിലിരുന്ന്. അങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഓൺ ചെയ്തിരുന്ന പേനയായിരുന്നു. ഭയങ്കര പോപ്പുലറായിട്ടുള്ള പേനയായിരുന്നു. അങ്ങനെ അത് കത്തി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചൈനീസ് മാനുഫാക്ചറിങ് കമ്പനിയായ ഹീറോ അതിൻ്റെ എക്സാക്റ്റ് ഐഡൻറ്റിക്കൽ കോപ്പീസ് ആയിട്ടുള്ള പേനകൾ ഉണ്ടാക്കുകയും അതിനേക്കാൾ ചീപ്പ് റേറ്റിന് ഒരുപാട് രാജ്യങ്ങളിൽ, അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും ഇന്ത്യ രാജ്യത്തും ചൈനയിലും നേപ്പാളിലും ഒക്കെ ഒരുപാട് കോപ്പീസ് ഇതുപോലെ വിറ്റ് പോവുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോ പെൻസ് വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും എല്ലാം നല്ല പോപ്പുലറായി. എല്ലാവരും നല്ല എഴുത്തുകാരും കവികളും എല്ലാം, അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾക്കാരായാലും ശരി, പിള്ളേരായാലും ശരി, എല്ലാവരും ഹീറോ പേന ഓൺ ചെയ്യുന്ന ഒരു പ്രിവിലേജായിട്ട് കണ്ട ഒരു സമയം ഉണ്ടായിരുന്നു 1980s-ലും 90s-ലും ഒക്കെ. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഒരു ഹീറോ പേന. ഇപ്പോൾ അതെൻ്റെ കയ്യിലില്ല. നല്ല രസമായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് നമ്മളിങ്ങനെ കുടയുമ്പോൾ മഷി വീഴും. ആ ഒരു നെഗറ്റീവ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലൊരു സ്മൂത്ത് റൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണിത്. നമുക്ക് എന്തായാലും ഈ ഹീറോ 616, അതായത് പാർക്കർ 51ൻ്റെ എക്സാക്റ്റ് കോപ്പി നമുക്കൊന്ന് നോക്കാം, എന്ന് എഴുതി നോക്കാം. നല്ല സ്മൂത്ത് റൈറ്റിംഗ് ആണ്. റിവേഴ്സ് റൈറ്റിംഗ് നോക്കാം, കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. സ്പീഡ് എഴുതി നോക്കാം. ഇത് നല്ലൊരു ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയുള്ള നിബ്ബാണ്, നല്ല ക്വാളിറ്റിയുള്ള പേനയാണ്. ഇത് ഇച്ചിരി വില കൂടുതലാണ്. ആമസോണിൽ ഹീറോ 616 എന്ന് അടിച്ചാൽ കിട്ടും. ഇതിൻ്റെ ഒരു ഗോൾഡ് ക്യാപ്പ് ഉള്ളതുണ്ട്. അത് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഈ കളർ കോമ്പിനേഷനിൽ പച്ച കളറിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ കളർ കോമ്പിനേഷനിൽ ഗോൾഡ് ക്യാപ്പ് ഒരു അന്യായ ബ്യൂട്ടിയാണ്. അപ്പം പുതിയതായിട്ട് ഫൗണ്ടൻ പെൻ യൂസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ പേന ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് എഴുതും, സ്മൂത്ത് റൈറ്റിംഗ് ആണ്. അല്ലെങ്കിൽ തന്നെ ഹീറോ പെന്നുമായിട്ട് വളരെ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു ഹീറോ പെന്ന് വാങ്ങണമെന്നൊരു ഒരു ഐഡിയ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് 100 രൂപയ്ക്കോ 75 രൂപയ്ക്കോ ഇട്ടിരിക്കുന്ന ഹീറോ പെന പോയി വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു 600 500 ആണെന്ന് തോന്നുന്നു. അത്രയും വില കൊടുത്ത് ഇങ്ങനെ ഒരു പേന വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ആ കൊടുക്കുന്ന വിലയുടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം ഇത് നല്ല സ്മൂത്ത് റൈറ്റിംഗ് ആണ്. മറ്റേ പേന ഞാനും വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഒട്ടും ക്വാളിറ്റി ഇല്ല. നിബ്സൊക്കെ വളരെ മോശമാണ്. അതൊക്കെ ട്യൂൺ ചെയ്തിട്ടാൽ പോലും കിടക്കത്തില്ല.
നിബ്സും കൊള്ളത്തില്ല, അതിൻ്റെ പാർട്സ് ഒന്നും കൊള്ളത്തില്ല. ഈ പേന എൻ്റെ കയ്യിൽ നിന്ന് 2-3 പ്രാവശ്യം തറയിൽ വീണു, ഒരു കുഴപ്പമില്ല. നോട്ട് ഈവൻ എ സിംഗിൾ സ്ക്രാച്ച്, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റേ പേനയൊക്കെ ഒരുപാട് മോശം പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് ആയിരുന്നാലും ആ മെറ്റൽ ക്യാപ്പൊക്കെ ഭയങ്കര മോശം ക്വാളിറ്റിയാണ്. ആ കാണുമ്പോൾ ആ ഫോട്ടോയിലുള്ള ലുക്കേ ഉള്ളൂ. അത് ആരും വാങ്ങരുത്. ഹീറോ പേന വാങ്ങണമെന്നുള്ള ഒരു ഐഡിയയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് ഹീറോ 616 വാങ്ങുക. ഇച്ചിരി വില കൊടുത്താലും കുഴപ്പമില്ല, നല്ലൊരു പേനയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.